ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രമേളയുടെ നമ്മുടെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ മേളകളിലൊന്നാണ് ശാസ്ത്രോത്സവം. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT, വൊക്കേഷണൽ എക്സ്പോ എന്നിവ ഉൾപ്പെടെ 7 വ്യത്യസ്ത മേഖലകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ മഹാമേള കേവലം ഒരു മത്സരവേദിയല്ല, മറിച്ച് സൃഷ്ടിപരമായ ഒരു വിജ്ഞാനോത്സവമാണ്. ഈ വർഷം നമ്മുടെ 57ാമത് സ്കൂൾ ശാസ്ത്രമേളയും അതുപോലെ മേള ഇന്ന് മുതൽ 10 വരെ പാലക്കാട് ജില്ലയിലെ വിവിധ വേദികളിലായി നടക്കുകയാണ്. ഓരോ വർഷവും 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഈ വേദിയിലെത്തുന്നു എന്നത് കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ്. ഒരു കൊച്ചു മോഡൽ ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കുന്നു. ഒരു പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ അവർ തങ്ങളുടെ നാടിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പാഴ്വസ്തുക്കളിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ അവർ ഭാവിയിലെ സംരംഭകരായി മാറുവാനുള്ള സാധ്യത കണ്ടെത്തുന്നു. ഒരു ടീച്ചിങ് എയ്ഡ് നിർമ്മിക്കുമ്പോൾ അധ്യാപകർ പഠനം എങ്ങനെ രസകരമാക്കാമെന്ന് ചിന്തിക്കുന്നു. വിദ്യാർത്ഥികളുടെ ചിന്താശേഷി, നൈസർഗികമായ കഴിവുകൾ, ഗവേഷണ താൽപ്പര്യങ്ങൾ എന്നിവ വളർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കേവലം റാങ്കുകൾക്കപ്പുറം ഈ മേള ഓരോ കുട്ടിക്കും ഒരു പഠനാനുഭവമാണ്. ഈ വർഷത്തെ ശാസ്ത്രോത്സവം പുതിയ മാറ്റങ്ങളോടെയാണ് എത്തുന്നത്. സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള പുതിയ മാനുവൽ അനുസരിച്ചാണ് ഇത്തവണത്തെ മത്സരങ്ങൾ നടക്കുന്നത്. ഈ മാറ്റങ്ങൾ മത്സരങ്ങളെ കൂടുതൽ കാര്യക്ഷമവും കാലോചിതവുമാക്കുവാൻ സഹായിക്കും. ഈ മേള വെറുമൊരു പ്രദർശനം മാത്രമല്ല, ഇത് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രചോദനമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ തിളങ്ങുവാനുള്ള ഊർജ്ജം നൽകുന്നത് ഇത്തരം മേളകളാണ്. നമ്മുടെ കുട്ടികളിൽ ശാസ്ത്രബോധം, അന്വേഷണേതര സാമൂഹ്യ പ്രതിബദ്ധത എന്നിവ വളർത്തുന്നതിൽ ഈ മേളയ്ക്ക് വലിയ പങ്കുണ്ട്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര ആഭിമുഖ്യവും അഭിരുചിയും വളർത്തുന്നതിനും അവരിൽ അന്തർലീനമായ സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശാസ്ത്രോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിന് മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുജനങ്ങളുടെയും പരിപൂർണ സഹകരണവും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഓരോരുത്തരുമാണ് നമ്മുടെ നാളത്തെ വാഗ്ദാനങ്ങൾ. ശാസ്ത്രത്തിൻ്റെ വെളിച്ചം വരും തലമുറകളിലേക്ക് പകർന്ന് നൽകുവാൻ ഈ മേള ഒരു നിമിത്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഫുട്ബോളിൽ 2ാം സ്ഥാനം നേടിയ പാലക്കാട് ടീമംഗമായ ഹാഷിമിൻ്റെ മെഡൽ അവിടെ വച്ച് നഷ്ടപ്പെട്ടിരുന്നു. അത് ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. ഹാഷിം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പകരം മെഡൽ ഏറ്റുവാങ്ങുവാൻ ഞാൻ ഇവിടെ വച്ച് പകരം മെഡൽ ഹാഷിമിന് നൽകുന്നതാണെന്നുള്ള കാര്യം കൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കൊടുക്കാം മക്കളോട് നിൽക്കട്ടെ. പ്രസംഗിച്ച് തീർന്നില്ല. സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന കായികമേളയ്ക്കും സ്കൂൾ യുവജനോത്സവത്തിനും ഏറ്റവും കൂടുതൽ പോയിൻ്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നുണ്ട്. അതേപോലെ വൻ പ്രാധാന്യമുള്ളതാണ് ശാസ്ത്രമേളയിൽ. അടുത്ത വർഷം മുതൽ ശാസ്ത്രമേളയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിൻ്റ് വാങ്ങുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നതാണെന്നുള്ള കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ
ഇപ്പോൾ ഗ്രേസ് മാർക്ക് 30 മാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്യാഷ് പ്രൈസ് എയും ബിയും സിയും വാങ്ങുന്ന കുട്ടികൾക്ക് 2000, 1600, 1200 രൂപയാണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങൾ പ്രവൃത്തി നടത്തണമെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ വലിയ തുകയാണ് വരുന്നത്. പാവപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ ഇത് വാങ്ങാനോട്ട് കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാഷ് പ്രൈസ് ചെറുതായി ഒന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം അടുത്ത വർഷം മുതൽ ആലോചിക്കുന്ന എന്നുള്ള കാര്യം കൂടി ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുക. മറ്റൊരു കാര്യം, ഞാനിവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ MLA-മാരും പ്രത്യേകിച്ച് ഞങ്ങളുടെ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലാകെയുള്ള സ്കൂളുകളിലും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയാണ്. ഒരു ശാസ്ത്രമേളയുടെ വേദിയായതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾ ആലോചിക്കുന്നതിന് വയ്ക്കുകയാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്, നമ്മൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളിൽ പോകാറുണ്ട്, പിന്നെ സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്. അവിടെയെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ചടങ്ങുകളിൽ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത്. അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഭൂഷണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രമേള നടക്കുമ്പോൾ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം. എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരേ ഗാനം തന്നെ ആയിക്കോട്ടെ. അത് ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വമൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുട്ടികൾ പാടുന്ന പാട്ടായി മാറണം. ഇത് മറ്റ് ഇഷ്ടമില്ലാത്ത ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില കുട്ടികൾ നിർബന്ധപൂർവം വിദ്യാർത്ഥി ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ പാടേണ്ടി വരുന്നു. അങ്ങനെ നിർബന്ധിച്ച ഒരു കുട്ടിയെ നമ്മൾ ഒരു ആ കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഉടനെ നടപ്പിലാക്കാൻ വേണ്ടി പോണ കാര്യമൊന്നുമല്ല. ഇത് സമൂഹത്തിൽ ചർച്ചയാവട്ടെ. നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും മാനേജ്മെൻറ്റും എല്ലാം തന്നെ ചർച്ച ചെയ്തു കൊള്ളട്ടെ എന്നുള്ള കാര്യം കൂടി ഈ ശാസ്ത്രമേളയിൽ അറിയിച്ചുകൊണ്ട് ഈ മേള ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.